സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 25 വർഷങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിബി അച്ഛൻ്റെ ജീവിതത്തിലൂടെ ചൊരിഞ്ഞ നന്മകളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനായിട്ട് നാം ഒത്തുകൂടിയിരിക്കുമ്പോൾ ഈ ദിവസത്തിൻ്റെ സന്തോഷവും പുണ്യവും നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. തൻ്റെ പൗരോഹിത്യ ജീവിതത്തോട് 100% വിശ്വസ്തത പുലർത്തിയ സിബി അച്ഛൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ കാണിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഈ നിമിഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ബഹുമാനപ്പെട്ട സിബി അച്ഛന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേരുകയും അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ഇടവകയുടെ വികാരി ഫാദർ മൈക്കിൾ വടക്കേമുളഞ്ഞിനാൽ അച്ഛനാണ്. ഈ ഒരു ആഘോഷത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്ന മൈക്കിൾ അച്ഛനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് തരിയോട് ഫൊറാന വികാരി ബഹുമാനപ്പെട്ട തോമസ് പ്ലാശന്നാൻ അച്ഛനാണ്. അച്ഛനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സിബിച്ചൻ അച്ഛന് ആശംസകൾ അർപ്പിക്കാൻ ചേലക്കാപ്പള്ളി കുടുംബാംഗവും വെൽത്തങ്ങാടി രൂപതയുടെ അംഗവുമായ സെബാസ്റ്റ്യൻ ചേലക്കാപ്പള്ളി അച്ഛൻ, ഒണ്ടയങ്ങാടി മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും കോട്ടത്തറ ഇടവാംഗവുമായ അജയ് തേക്കിലക്കാട്ട് അച്ഛനെയും സന്യസ്തരുടെ പ്രതിനിധിയായി സംസാരിക്കുന്ന വിൻസെൻഷ്യൽ സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ഫിലോ, മാനന്തവാടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അച്ഛൻ്റെ മുൻ ഇടവാംഗവുമായ ജേക്കബ് സെബാസ്റ്റ്യൻ സാർ, കോട്ടത്തറ ഇടവകയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന വിൻസെൻ്റ് പാറയിൽ എന്നിവരെ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ സന്തോഷ ദിനത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന മാനന്തവാടി രൂപതയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വിവിധ സന്യാസ സഭകളിലെ അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന വിവിധ സന്യാസി സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കണിയാരം കത്തീഡ്രൽ, കുറ്റിമൂല, പുതിയടംകുന്ന്, ഒണ്ടയങ്ങാടി, പട്ടാണിക്കൂപ്പ്, എടേർക്കുന്ന് എന്നീ ഇടവകകളിൽ നിന്നും പ്രതിനിധിയായി എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസത്തിൻ്റെ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിബിച്ചൻ അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മേരി മാതാ കോളേജിലെ എല്ലാ സ്റ്റാഫിനെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനോടൊപ്പം ഈ ദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന കോട്ടത്തറ ഇടവകങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിൽവർ ജൂബിലിയുടെ ഈ ആനന്ദ നിമിഷങ്ങളിൽ സിബിച്ചൻ അച്ഛനോടൊപ്പം ആയിരിക്കുന്ന അച്ഛൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. ഈ അനുമോദന സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ജെസി ചേച്ചിക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി ഇടവക വികാരി ബഹുമാനപ്പെട്ട മൈക്കിൾ വടക്കേമുളഞ്ഞിലച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിലേറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിബിയച്ച, നമ്മുടെ വേദിയിലിരിക്കുന്ന ഫൊറാന വികാരിയച്ഛൻ, പ്ലാസ്റ്റിനച്ച, സെബാസ്റ്റ്യൻ ചേലക്കാപ്പള്ളിയച്ച, യൂസഫിലോ, നമ്മുടെ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററായ വിൻസെൻ്റ് സാറ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്താദികളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള ഇടവാജനമേ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മളിന്ന് ഏറെ സന്തോഷത്തിൻ്റെ ഒരു നിറവിലാണ് ഇവിടെ ആയിരിക്കുക. പ്രത്യേകിച്ച് സിബിയച്ചൻ. കാരണം പൗരോഹിത്യം 25 വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതും അർത്ഥവത്തായിട്ട്. അതായത് ഒരു മനുഷ്യൻ്റെ
സുവർണ ജീവിത കാലഘട്ടം, അതാണ് ശരിക്കും പറഞ്ഞൊരു രജത ജൂബിലി എന്ന് പറയുക. ഈ 25 വർഷക്കാലം അച്ഛൻ ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് ഇടവകൾ ഇരുന്നിട്ടില്ലെങ്കിലും ഇടവകൾ നന്നായിട്ടിരുന്നിട്ടാണ് അച്ഛൻ ഓരോ പ്രവർത്തനം ചെയ്തത്. നമുക്കറിയാം 2 പള്ളി, അത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അച്ഛൻ അതൊക്കെ പടുത്തു ചേർത്തത്. ഒണ്ടേങ്ങാടിയിലെ കാര്യം എനിക്കറിയാം. അച്ഛന് ഒണ്ടേങ്ങാടി പള്ളിയിൽ ചാർജ് എടുത്ത അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ കിടക്കുന്ന പള്ളിയായിരുന്നു. ഞാനന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പള്ളിയുടെ പണി തുടങ്ങുക, അച്ഛനെ കൊണ്ട് പറ്റുള്ളൂ ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തു. എനിക്ക് അച്ഛനെ വളരെ വർഷത്തെ പരിചയമുണ്ട്. പൗരോഹിത്യത്തിന് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വിശുദ്ധ ഹൗസിലായിരുന്നു എനിക്ക് ചാർജ്. ഈ സമയത്ത് എനിക്ക് മേരിമാത കോളേജിൽ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. കൊമേഴ്സിൻ്റെ ഹെഡായിട്ട് ഞാൻ 6 വർഷം അവിടെ സേവനം ചെയ്തു. 2 വർഷം വിശ്വസ് ഹൗസിലും 2 വർഷം തൃശ്ശൂരിലും 2 വർഷം കോളേജിൽ താമസിച്ചുകൊണ്ടും. ഈ 2 വർഷം, ആദ്യത്തെ 2 വർഷങ്ങളിൽ ഞാൻ ബിഷപ്സ് ഹൗസിലേക്ക് കോളേജിൽ തിരിച്ചു പോകുന്ന അവസരത്തിൽ സ്ഥിരം എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ CBH ഉണ്ടായിരുന്നു. കാരണം അവിടെ മൗണ്ട് മേരി കോളേജിൽ നമ്മുടെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു CBH. അങ്ങനെ എനിക്ക് ദീർഘകാലമായിട്ടുള്ള നല്ല സ്നേഹബന്ധവും വ്യക്തിപരവും ഈ കാലഘട്ടം വരെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ ഇടവകയിലെ വികാരിച്ചനായിട്ട് വന്നു. ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയ സംഭവം മാത്രം പറയാം. ഞാനൊരിക്കൽ CBHൻ്റെ പള്ളിയായ ഒണ്ടയങ്ങാടി പള്ളിയിൽ ഒരു ദിവസം ഞാൻ ചെന്ന് അടുക്കളയിലൊക്കെ കയറി പരിശോധിക്കുകയായിരുന്നു. ഞാൻ അന്നേരം ശ്രദ്ധിച്ചൊരു കാര്യം, 2 പാത്രത്തിൽ പഞ്ചസാരയുണ്ട്, 2 പാത്രത്തിൽ ചായപ്പൊടിയുണ്ട്. ഞാൻ ചോദിച്ചു എന്താ 2? ഒന്ന് അച്ഛൻ പറഞ്ഞു, ഒന്ന് എൻ്റേത്, ഒന്ന് കൈക്കാരന്മാരുടെയും പള്ളിയുടെ. ഇങ്ങനെ തനിക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വസ്തുവകകളും സാധനങ്ങളുമെല്ലാം അവനവൻ്റേത് മാത്രം അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു നല്ല സ്വഭാവം അച്ഛനുണ്ട്. ഇതെല്ലാ ജീവിത മേഖല അച്ഛൻ പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാണ് അച്ഛൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് മനസ്സിലായില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ സാധനം എടുക്കാതെ, കുടുംബത്തിലേക്ക് കൊടുക്കാതെ, അച്ഛന് ഉപയോഗിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പൗരോഹിത്യ ജീവിതം അച്ഛൻ പൂർത്തിയാക്കി. അതുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. അച്ഛൻ്റെ ഇനിയുള്ള ജീവിതകാലത്തിൽ എല്ലാവർക്കും മാതൃകയായിട്ട് വരട്ടെ. ഈ കോട്ടത്തറ ഇടവകയിൽ അഭിമാനമായി മാറട്ടെ. അനേക ദൈവങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യം പോലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലളിതമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും സിബേച്ചിന് ആശംസകൾ അറിയിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ നന്ദി പറയുന്നു. തുടർന്ന് മുഖ്യ പ്രഭാഷണത്തിനായി തരിയോട് ഫൊറോന വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് പ്ലാസ്റ്റൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബിച്ചനച്ച, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ഇടവക ജനമേ, അച്ഛൻ്റെ ബന്ധുമിത്രാദികളെ, സിബിച്ചനച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ അച്ഛൻ്റെ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിലും അച്ഛൻ്റെ സന്തോഷത്തിലും ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. കോട്ടത്തറ ഇടവക തരിയോട് ഫൊറോനയിലെ ഏറ്റവും ദൈവവിളിയുള്ള ഇടവകയാണ്. ഏറ്റവും കൂടുതൽ വൈദികർ ഈ ഫൊറോനയിൽ നിന്നുള്ളത് ഈ ഇടവകയിൽ നിന്നാണ്. ഫൊറോനയിലെ എല്ലാ വൈദികരുടെയും പേരിൽ അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ ആദ്യമേ തന്നെ നേരുകയാണ്. അച്ഛൻ്റെ വ്യക്തിജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കാണുമ്പോൾ ഒരു ശാന്തരായ മനുഷ്യനാണെങ്കിലും ആത്മാർത്ഥത, സത്യസന്ധത, കഠിനാധ്വാനം ഇത് കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സിബിച്ചനച്ഛൻ്റെ. 25 വർഷം അച്ഛൻ പൗരോഹിത്യത്തിൽ ജീവിക്കുമ്പോൾ ഈ 25 വർഷത്തിന് ജീവിതം കൊടുത്ത ഒരു ഗോപുരമാണ്. നമ്മൾ ബൈബിൾ പറയുന്ന പോലെ മലമുകളിൽ ഉയർത്തപ്പെട്ട ഒരു പട്ടണം പോലെ, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ അനേകം പേരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു വൈദികനാണ്. അച്ഛൻ പിരിക്കാൻ പോകാതെയാണ് പള്ളി പണിയുന്നത്. നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീടുകളിലൂടെ പോകും. പക്ഷെ അച്ഛൻ ഒരു വീട്ടിലും പോകാതെയാണ് ഈ പള്ളിയൊക്കെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇടവക ജനവുമായിട്ട് നല്ല ഹൃദയബന്ധം അച്ഛനുള്ളത് കൊണ്ടാണ്.
പള്ളിയിൽ അൽത്താരെ നിന്ന് പറഞ്ഞാൽ മതി, അതെല്ലാം ഇടവക്കാർ ചെയ്യും. കാരണം ഓരോ വീടിനെ പറ്റിയും അതിലെ ഓരോ അംഗത്തെ പറ്റിയും അച്ഛനറിയാം. അവരുമായിട്ട് നല്ല ഹൃദയബന്ധം അച്ഛനുള്ളത് കൊണ്ട് അച്ഛൻ ഇരുന്നിടത്തെല്ലാം നല്ല വിജയമായിരുന്നു. ബൈബിളിൽ 5 നാണയം കിട്ടിയവനും 2 നാണയം കിട്ടിയവനും 1 നാണയം കിട്ടിയവനുമുണ്ട്. അതിൽ 5 നാണയം കിട്ടിയവന് 5 കൂടെ കിട്ടി, പിന്നെ ആ കുഴിച്ചിട്ടവന്റെ നാണയം കൂടെ കൂട്ടി 11 നാണയങ്ങൾ കിട്ടി. സിബിച്ചൻ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം അഭിമന്യ പിതാവും നൽകിയിട്ടുള്ള നാണയങ്ങൾ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ ജൂബിലിക്ക് തന്നെ എത്ര അച്ഛന്മാരുടെ സാന്നിധ്യമുണ്ട്. നല്ല വ്യക്തിബന്ധങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ജനം ഈ വൈകിയ വേളയിലും ക്ഷമയോടുകൂടി ഇവിടെ ഇരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ തരിയോട് പൊറോനയുടെ പേരിൽ അച്ഛൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇവിടെ ഇരിക്കുന്ന വൈദികരുടെ പേരിലും ജീവിതത്തിൽ ഇനി അടുത്ത ജൂബിലിക്കും ഇതുപോലെ നമുക്ക് ഒന്നിച്ചുകൂടാം. അച്ഛൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ രൂപതയ്ക്കും ഈ വിവിധ ഇടവകൾക്കും വ്യക്തികൾക്കും കുടുംബത്തിനുമൊക്കെ വന്ന നന്ദി, ആ നന്ദി നിറഞ്ഞ ഹൃദയമാണ് ഈ ജൂബിലി വർഷത്തിൽ അച്ഛന് സമ്മാനിക്കാനുള്ളത്. ഒത്തിരി പേര് ഹൃദയത്തിൽ അച്ഛനെ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് അച്ഛൻ്റെ ഈ ജൂബിലി വർഷത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം. അച്ഛൻ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. വെളിച്ചം വിതറിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും, എന്നെ കേട്ട നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ച അച്ഛൻ്റെ നല്ല മനസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട തോമസ് പ്ലാസ്റ്റിന്റെ ഹൃദ്യമായ വാക്കുകൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. തുടർന്ന് ജൂബിലി കേക്ക് കട്ടിംഗ് ആണ്. ജൂബിലി കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട സിബിച്ചനച്ചനെയും വേദിയിലിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ജൂബിലി ലാ 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 ലാ, ഹാപ്പി ജൂബിലി ലാ 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 ലാ, ഹാപ്പി ജൂബിലി ലാ 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 ലാ. We wish you a happy jubilee. We wish you a happy jubilee. തുടർന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചേലക്കപ്പിള്ളച്ചൻ സംസാരിക്കുന്നു. സെബാസ്റ്റ്യൻ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയിലെ സ്നേഹം നിറഞ്ഞ ജൂബിലിയേറിയൻ സിബിച്ചനച്ച, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പൗരോഹിത്യ ജീവിതത്തിന്റെ 25 വർഷം സിബിച്ചനിവിടെ പൂർത്തിയാക്കുകയാണ്. സിബിച്ചന് എൻ്റെ ചാച്ചൻ്റെ അനുജന്റെ മകനാണ്. ഞങ്ങളുടെ അപ്പന്മാർ 3 പേരാണ്. ഒരപ്പനെ എന്ന് ജീവിച്ചിരിപ്പുള്ളൂ. 2 അപ്പന്മാര് സ്വർഗത്തിലെ നിത്യപിതാവിനോടൊപ്പം. 25 വർഷം എന്ന് പറയുന്നത് 4 നൂറ്റാണ്ടാണ്. പക്ഷെ 25 വർഷം പെട്ടെന്ന് പോകുന്ന ഒരു വർഷമാണ്. പൗരോഹിത്യത്തിന്റെ 25 വർഷം പൂർത്തിയാക്കി ഞാനും എന്നെ പോലുള്ള തലനിരച്ചവരുണ്ട്. ഞാൻ 26 വർഷം കഴിഞ്ഞു. പൗരോഹിത്യ ജീവിതത്തിലെ സീനിയർ ഞാനാണെങ്കിലും അച്ഛൻ പ്രായത്തിൽ എന്നെ കഴിഞ്ഞ സീനിയറാണ്. അപ്പൊ ഞങ്ങള് 3 അപ്പന്മാര് 3 ദിക്കിലാണ്. തറവാട്ടില് ചിറ്റപ്പനുണ്ട്, ചിറ്റപ്പനും കുടുംബവും. എന്റെ ചാച്ചനാണ് ഏറ്റവും ആദ്യം വീട് വിട്ട് തറവാട് വിട്ട് കർണാടകയിലേക്ക് പോയി 1968. അത് കഴിഞ്ഞാണ് സിബിച്ചൻ അച്ഛന്റെ ചാച്ചനും കുടുംബവും 78 മാൻപെട്ടത്ത് കുറുപ്പന്തറ മാൻപെട്ട ഇടവകയിൽ നിന്ന് കോട്ടത്തറയിലേക്ക് കുടിയേറുക. 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളോട് ചിലപ്പം പറയാറുണ്ട്, നിങ്ങളുടെ അപ്പന്മാര് പറയുന്ന വർത്തമാനം അവർ മാത്രമേ കേൾക്കുകയുള്ളൂ, ബാക്കി ആരും കേൾക്കാൻ പറ്റും. ഒച്ചയിൽ വർത്തമാനം പറയാം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തരാണ് ഞങ്ങളുടെ അപ്പന്മാര് 3 പേര്. പക്ഷെ ശാന്തരാണെങ്കിലും കാര്യങ്ങള്
ഗൗരവത്തോടെ ചെയ്യുന്നവരാണ്. ആ ഒരു ശാന്തത ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സിബിച്ചന്റെ ജീവിതത്തിൽ ആ ഒരു ശാന്തത ഉണ്ട് എന്നുള്ളതാണ്. ശാന്തമായി കാര്യങ്ങൾ എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ശാന്തനല്ലായിരുന്നുവെങ്കിൽ ഒരു ഇടവകയിൽ 10 വർഷം ഇരിക്കാൻ പറ്റിയല്ല. ഞാനും 10 വർഷം ഒരു ഇടവകയിരുന്ന കേട്ടോ. ഒരു ഇടവകയിൽ 10 വർഷം, ഒരു ഇടവകയിൽ 6 വർഷം. അപ്പൊ ഈ കാലഘട്ടത്തിൽ 2 ദേവാലയങ്ങൾ പണിതു. അത്ര ചെറിയ കാര്യമല്ല. 2 ദേവാലയം, ഒരു ദേവാലയം പണിയുക തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ 25 വർഷത്തിനുള്ളിൽ 2 പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ പണിയുകയുണ്ടായി. ഒന്ന് ഒണ്ടങ്ങാടിയും പട്ടാണിക്കൂപ്പും. ഈ 2 പള്ളിയിലും ഞാൻ ദേവാലയ കൂദാശ പരികർമ്മം ചെയ്താണ് ഞാൻ പോയിരുന്നു. വളരെ മനോഹരമായ 2 ദേവാലയങ്ങൾ. ഇതിന്റെ അർത്ഥം ഞാനിവിടെ പുകഴ്ത്തുകയല്ല, എൻ്റെ സഹോദരനായതുകൊണ്ട് വളരെ വിശ്വസ്തനായ, എല്ലാ കാര്യത്തിലും, ജീവിത വിശുദ്ധിയിലും സാമ്പത്തിക കാര്യത്തിലും പെരുമാറ്റത്തിലും എല്ലാം വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭക്ഷണം തീരെ കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഈ മെലിഞ്ഞിരിക്കുന്നത്. നോൺ വെജേ കഴിക്കാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഒന്നും കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കാനുള്ള ഊരുണ്ടായത്. അപ്പൊ ഒന്നും കഴിക്കാറില്ല. കഴിക്കാതെ 25 വർഷം പൂർത്തിയാക്കിയത്. കഴിക്കും, വല്ല ഇങ്ങനെ പൂച്ച കഴിക്കുന്നവരെ കുറച്ചെങ്ങനെ കഴിച്ചു. അപ്പം ഈ ദൈവത്തോടുള്ള ഈ വിശ്വസ്തത, ജനത്തോടുള്ള വിശ്വസ്തതയാണ് 25 വർഷം ഇത്ര സുന്ദരമായി നീങ്ങാനായിട്ട് സിബിച്ചന് സാധിച്ചത്. അതിന് ദൈവത്തിന് നന്ദി പറയാം. ജൂബിലി എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന അവസരമാണ്. നിത്യപുരോഹിതനായ ഈശോ അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാനും ശുശ്രൂഷ ചെയ്യാനും കിട്ടിയ ഭാഗ്യം, അത് ദൈവം നൽകിയ ദാനമാണ്. ഈ 25 വർഷത്തില് ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹത്തിന് സിബിച്ചനോടൊപ്പം നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇനിയും ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മരണം വരെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ സിബിച്ചന് ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കുടുംബാംഗമെന്ന നിലയിൽ ഏറെ ഹൃദ്യമായ ഓർമ്മകൾ നൽകിക്കൊണ്ട് ജൂബിലി ആശംസകൾ നേർന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യന് നന്ദി പറയുന്നു. തുടർന്ന് ആശംസകളുമായി സിസ്റ്റർ ഫിലോ, മദർ ജനറൽ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ. സ്നേഹ ബഹുമാനപ്പെട്ട സിബിച്ചൻ ചേലക്കപ്പള്ളിയച്ച, വികാരിയച്ച, ഈ പരിശുദ്ധമായ ആലയത്തിലായിരിക്കുന്ന വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, ചേലക്കാപ്പള്ളി കുടുംബ അംഗങ്ങളെ, സീറോ മലബാർ സഭയുടെ പൗരോഹിത്യ അഭിഷേക തിരുകർമ്മത്തിൽ നമ്മൾ ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ആശംസയുണ്ട്. എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീ ഭരമേറ്റിരിക്കുന്ന വിശിഷ്ട സ്ഥാനം. ശ്രേഷ്ഠമായ സമുന്നതമായ പൗരോഹിത്യത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കി രജത ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട സിബിച്ചനച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ, മംഗളാശംസകൾ ഏറെ സ്നേഹത്തോടെ ആദരവോടെ അർപ്പിച്ചുകൊള്ളുന്നു. തിരുസഭയ്ക്കും മാനന്തവാടി രൂപതയ്ക്കും ചേലക്കാപ്പള്ളി കുടുംബത്തിനും വലിയ അഭിമാനവും അനുഗ്രഹവുമായിട്ട് സിബിച്ചൻ ചേലക്കാപ്പള്ളി അച്ഛൻ ഇന്ന് രജത ജൂബിലിയുടെ നിറവിലാണ്. ദൈവം തിരഞ്ഞെടുത്തുയർത്തി ദൈവപരിപാലനയുടെ ചിറകിൻ കീഴിൽ 25 വർഷങ്ങൾ വഴി നടത്തിയതിന്റെ കൃതജ്ഞതയുടെ ആഘോഷമാണല്ലോ ഇത്. അഗ്നിയിൽ സ്ഫുടം ചെയ്ത തീഷ്ണതയോടെ 25 വർഷത്തിന്റെ നിലയ്ക്കാത്ത സേവനങ്ങൾ പിന്നിടുമ്പോൾ ചേലക്കാപ്പള്ളി കുടുംബം ഒരുക്കിയ ഈ ആഘോഷത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു പുരോഹിതൻ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ സമുന്നതമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. മാമോദിസ തൊട്ടിയിൽ ആരംഭിക്കുന്ന നമ്മളുടെ വിശ്വാസ ജീവിതം തുടങ്ങി ഈ ലോകത്തോട് നമ്മൾ ഓരോരുത്തരും വിട പറയുന്നത് വരെ നമുക്ക് പുരോഹിതരെ ആവശ്യമുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പുരോഹിതരെ നൽകി തിരുസഭയെ അനുഗ്രഹിച്ച, ലോകത്തെ അനുഗ്രഹിച്ച, നാടിനെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു പുരോഹിതൻ ആദ്യമായി നമ്മുടെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ ദീപം തെളിച്ചു തന്ന് ഈ ലോകത്തിൽ നിന്നും നമ്മെ യാത്രയാക്കുന്നത് വരെ പുരോഹിതന്റെ ശുശ്രൂഷ, സ്നേഹ ജീവിതം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ,
കൂദാശകളിലൂടെയും അനുദിന ജീവിത ബലിയർപ്പണത്തിലൂടെയും പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്, അറിയുന്നവരാണ് നമ്മൾ എല്ലാവരും. ദൈവജനത്തെ ആശീർവദിക്കുവാനും ബലി അർപ്പിക്കുവാനുമായി അഭിഷേകം ചെയ്യപ്പെട്ട ഈ കരങ്ങൾ വഴി, വിശുദ്ധമായ പൗരോഹിത്യ ജീവിതം വഴി അനേകായിരങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുത്ത് രോഗികളെ സുഖപ്പെടുത്തുവാൻ അവരെ സ്പർശിച്ച് പ്രാർത്ഥിച്ച എല്ലാ അനുഭവങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ ഒരു വിശുദ്ധൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു പുരോഹിതനും ഒരു മാലാഖയും നടന്നു വന്നാൽ ഞാൻ ആദ്യം പുരോഹിതന്റെ മുൻപിൽ മുട്ടുകുത്തുമെന്ന്. എത്ര സമുന്നതം ഇന്ന് പുരോഹിത നീ ഭരമേറ്റ ഈ വിശിഷ്ട സ്ഥാനം. തോമാസ് ലീഹായുടെ വിശ്വാസ തീഷ്ണതയോടും നിശ്ചയദാർഢ്യത്തോടും കൂടിയുള്ള ഈ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിൽ തോമാസ് ലീഹായെ പോലെ പള്ളി പണിയുവാനുള്ള ഒരു പ്രത്യേക കൃപ സിദ്ധി നൽകി അനുഗ്രഹിച്ചതെന്ന് ഇന്ന് പ്രഭാതം മുതൽ പലരിൽ നിന്നും നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ഒരുപക്ഷെ മൂന്നാമത്തെ പള്ളി പണിയുവാനുള്ള സമയത്തായിരിക്കാം മേരിമാതാ കോളേജിന്റെ മാനേജരായി ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിലെ യുവതലമുറയെ വിശ്വാസത്തിന്റെ വെളിച്ചം നൽകി വളർത്തിയെടുക്കുവാനും രൂപപ്പെടുത്തുവാനും അഭ്യുന്ന പിതാവ് മേരിമാതാ കോളേജിന്റെ മാനേജർ എന്ന ദൗത്യം നൽകി അച്ഛനെ ചുമതലപ്പെടുത്തിയത്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏത് ദൗത്യം ഏൽപ്പിച്ചാലും വളരെ കൃത്യതയോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുന്ന ഒരു വലിയ ചൈതന്യം സിബിച്ചനച്ഛനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അവസരത്തിൽ പള്ളി പണിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരിക്കൽ ഒരു വികാരി അച്ഛൻ പള്ളി പണിയുവാനായി തന്റെ ദൈവജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്ന അച്ഛൻ ഒരു ഞായറാഴ്ച രാവിലെ ഇടവക സമൂഹത്തിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാനായി കടന്നു വന്നപ്പോൾ പറഞ്ഞു, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദിസ് മോർണിംഗ് ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ആസ് വെൽ ആസ് എ ബാഡ് ന്യൂസ് ടു ഷെയർ വിത്ത് യു. എനിക്കൊരു നല്ല വാർത്തയും ഒരു ചീത്ത വാർത്തയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. ആകാംക്ഷഭരിതരായ ഇടവക ജനത്തോട് അച്ഛൻ പറഞ്ഞു, ഐ ഹാവ് ഫൗണ്ട് ദ മണി ടു ബിൽഡ് ദ ചർച്ച്. പള്ളി പണിയാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നല്ല സന്തോഷത്തോടുകൂടി ഇടവക ജനം മുഴുവൻ നീണ്ട ഹർഷാരവത്തോടെ അച്ഛനെ അഭിനന്ദിക്കുകയും ജനങ്ങളെ ശാന്തമായി സ്വസ്ഥമായി ഇരുത്തുകയും ചെയ്തു. രണ്ടാമത്തെ വാർത്ത അച്ഛൻ പറഞ്ഞു, ദ ബാഡ് ന്യൂസ് ഈസ് ദാറ്റ് ദ മണി ദാറ്റ് ഐ ഹാവ് ഫൗണ്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്. പൈസ പള്ളി പണിയുവാൻ ഞാൻ കണ്ടെത്തിയ പണം നിങ്ങളുടെ പോക്കറ്റിലാണെന്ന്. ഒണ്ടയങ്ങാടിയിൽ വികാരിയായിരുന്നതുകൊണ്ട് ഞങ്ങളുടെയും വിൻസെൻഷൻ കോൺഗ്രിഗേഷന്റെയും ചെറിയ അനുഭവത്തിൽ നിന്നും പറയുകയാണ്, അച്ഛൻ പള്ളി പണിതത് ഉപവാസം നടത്തിയും പ്രാർത്ഥിക്കുവാൻ ഇടവക ജനത്തെ ഒരുക്കിയുമാണ്. ഇതെല്ലാ കാര്യങ്ങളെല്ലാം പലരും ഇവിടെ പങ്കുവെച്ച് നമ്മൾ പറഞ്ഞു കേട്ടതാണ്. സ്നേഹബഹുമാനപ്പെട്ട സിബിച്ചനച്ച അഭിനന്ദനങ്ങൾ നേരുന്നു. തുടർന്നും ഈ ജീവിതയാത്ര അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവ അനുഗ്രഹത്തിന്റെ ഈ ദിനത്തിൽ രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന സിബിച്ചനച്ഛന് ധന്യമായ പൗരോഹിത്യ ജീവിതത്തെ ഓർത്ത് അത്യുന്നത ദൈവത്തിന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുകയായിരുന്നു. വിൻസെൻഷൻ സമൂഹത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സമർപ്പിത സഹോദരിമാരുടെ പേരിലും സിബിച്ചനച്ഛന് ഒരിക്കൽ കൂടി രജത ജൂബിലിയുടെ എല്ലാ ദൈവ അനുഗ്രഹങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനോഹരമായി ആശംസകൾ നേർന്ന വിൻസെൻഷൻ കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ സിസ്റ്റർ ഫിലോയ്ക്ക് നന്ദി പറയുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന സിബിച്ചനച്ഛനെ ഷാൾ അണിയിച്ചുകൊണ്ട് ജൂബിലി ആശംസകൾ നേരാൻ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കോട്ടക്കൽ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷാൾ അണിയിച്ചുകൊണ്ട് ജൂബിലിയുടെ സന്തോഷം പങ്കുവച്ച ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛന് നന്ദി പറയുന്നു. തുടർന്ന് കോട്ടത്തറ ഇടവക വൈദികരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേരിമാതാ കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകളുമായി ബഹുമാനപ്പെട്ട അജയ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 വർഷമായിട്ട് സിബിച്ചൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഈ 3 വർഷത്തെ അനുഭവ സമ്പത്തിനെ കാച്ചിക്കുറുക്കി പറഞ്ഞാൽ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മായം കലർത്താത്ത വൈദികനാണ് ബഹുമാനപ്പെട്ട സിബിയച്ച്.
മേരിമാതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസ് പീരീഡിലാണ് അച്ഛൻ അതിന്റെ കപ്പിത്താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. 100% ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തിയ അച്ഛൻ കോളേജിനെ വയനാട്ടിലെ ഏറ്റവും മികച്ച കോളേജാക്കി തീർക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു. നേതൃനിരയിൽ നിൽക്കുമ്പോഴും കോളേജിലെ അധ്യാപകരെയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും മറ്റുള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെയും പിണക്കാതെ അച്ഛൻ ആ കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മേരിമാതാ കുടുംബം അച്ഛനെ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അനുഭവത്തിൽ അച്ഛൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങള് അത് 100% പൂർത്തീകരിക്കാൻ അച്ഛനെടുക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് ഉപവാസമാണ്. അത് വിവിധ പള്ളികൾ പണിഞ്ഞപ്പോഴും മേരിമാതാ കോളേജിലെ വിവിധ നിർമ്മാണങ്ങൾ നടത്തിയപ്പോഴുമൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു കൊച്ചച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും അത് വെല്ലുവിളിയാണെങ്കിലും നല്ലൊരു പാഠമാണ് എന്നുകൂടി ഓർമ്മിക്കുകയാണ്. കോട്ടത്തറ ഇടവക വൈദികരെയും അതുപോലെ തന്നെ സന്യസ്തരെയും എന്നും ചേർത്ത് പിടിച്ച് നടത്തുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട സിബി അച്ഛൻ. ഞങ്ങളുടെ കൂട്ടായ്മകൾ എപ്പോഴും കൂടാൻ താല്പര്യമെടുക്കുന്ന സിബി അച്ഛൻ നല്ലൊരു മാതൃകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോട്ടത്തറ ഇടവകയിലെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടി ഈ ജൂബിലി വർഷത്തിൽ അച്ഛന് നേരുകയാണ്. മുമ്പോട്ടുള്ള യാത്രയിൽ ദൈവം വീണ്ടും തണലും താങ്ങുമാകട്ടെ. അങ്ങനെ അച്ഛന്റെ ജീവിതവും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. ഹൃദ്യമായ വാക്കുകൾ കൊണ്ട് ആശംസ പകർന്ന ബഹുമാനപ്പെട്ട അജയ് അച്ഛന് നന്ദി പറയുന്നു. തുടർന്ന് ആശംസകളുമായി മാനന്തവാടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ശ്രീ ജേക്കബ് സെബാസ്റ്റ്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജൂബിലി ആഘോഷം നടക്കുന്ന അവസരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛ, അതുപോലെ ഫൊറോന വികാരിയായ തോമസ് അച്ഛ, അതുപോലെ സെബാസ്റ്റ്യൻ അച്ഛ, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ, ബഹുമാനപ്പെട്ട വിൻസെന്റ് സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അതുപോലെ സിബി അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സിബി അച്ഛ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ മാനന്തവാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന രീതിയിലല്ല ആശംസ പറയുന്നത്. അച്ഛൻ്റെ ഞങ്ങളുടെ ഇടവയിൽ അച്ഛൻ 10 വർഷം ഉണ്ടായിരുന്നു. നേരത്തെ മറ്റ് അച്ഛന്മാർ സൂചിപ്പിച്ചതുപോലെ ഉണ്ടേങ്ങാടി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള അവസരത്തിലായിരുന്നു അച്ഛൻ വികാരിയായി വരുന്നത്. ഞങ്ങളുടെ പള്ളീൻ്റെ അൽത്താരയിൽ 2 ദിവസം ബക്കറ്റ് വെച്ചേക്കാണ് മഴക്കാലത്ത്, വെള്ളം ബക്കറ്റിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വലിയൊരു സന്നിധ ഘട്ടത്തിലാണ് അൽത്താര മാത്രം പൊളിച്ച് പണിയാമെന്ന അഭിപ്രായം ആദ്യം വന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞ ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം 400ഓളം ഇടവക്കാരുണ്ട്, 400 മേലെ ഇടവക്കാരുണ്ട്. ആദ്യം ഇടവക്കാരെ അച്ഛൻ പഠിക്കണമല്ലോ. അങ്ങനെ അച്ഛൻ 1 വർഷം അനങ്ങാതെ ഇരുന്നു. അച്ഛൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടായ്മയെല്ലാം വരുത്തി. അച്ഛനൊരു ധൈര്യം വന്നു, നമുക്ക് പള്ളി പൊളിച്ച് തന്നെയാണ് പള്ളി കളയാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും ആശങ്കയുണ്ട്, പള്ളി പൊളിച്ച് പണിയാതെന്ന് പറയുമ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പള്ളി പൊളിക്കാതെ നമുക്ക് വേറെ പണിയാം. അപ്പോൾ ഇടവക്കാരെ ആശങ്ക കുറയും, ഉള്ള പള്ളി പൊളിച്ചിട്ട് പള്ളി ഇല്ലാതായിപ്പോ എന്നുള്ള വിഷമം വേണ്ടല്ലോ. അങ്ങനെ പുതിയൊരു പള്ളി പണിതു. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഇടവക്കാരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, 400 ഇടവക്കാരുള്ളെങ്കിൽ ഞങ്ങളുടെ നവത്തിൽ മുസ്ലിം, ഹൈന്ദവ എല്ലാ വിശ്വാസികളും ഉണ്ട്. അവരായിട്ടൊക്കെ അച്ഛനൊരു രക്തബന്ധം പോലെയാണ്. ഇപ്പം ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ഇടവയിൽ ധാരാളം ആളുകളോട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്, അച്ഛന് കുടുംബ ബന്ധം പോലെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും, മോൻ്റെ കാര്യം എന്തൊക്കെയുണ്ട് വിശേഷം, അത് ചോദിക്കുന്നത് നമുക്കൊരു വലിയ സന്തോഷമാണ്. സാധാരണ പല അച്ഛന്മാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക്, കുടുംബ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളിൽ ഇടപെടുമ്പോൾ, സന്തോഷത്തിൽ ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയെന്ന് പറയാൻ സാധിക്കുകയില്ല. അതാണ് നമ്മുടെ ഈ അച്ഛൻ വിജയിച്ച ഏറ്റവും വലിയ കാര്യം, സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണ് എൻ്റെ സന്ദേശം തന്നെ പറയാം. ഇടവക്കരെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തു. പള്ളിയിൽ കുർബാന ചെയ്ത ഇതിനേക്കാളും വലിയൊരു പള്ളി ഞങ്ങളുടെ അടിപ്പള്ളി. കുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസം പള്ളി നിറച്ച് ഇടവക്കൽ വിശ്വാസികളുമുണ്ട്, 2 കുർബാനയ്ക്കുമുണ്ട്. കാരണം ഒന്ന്, ആ ഒരു പള്ളിയും വിശ്വാസവുമായിട്ടൊക്കെ നമ്മൾ അത്രമാത്രം അടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ അച്ഛൻ 10 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, അച്ഛൻ 10 വർഷം ആയില്ലേ, എന്നാലും അച്ഛനെ നിർത്തണമെന്ന്, വീണ്ടും തുടരണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നത് തീരുമാനിച്ച ഇടവകയാണ് ഉണ്ടായി. അതിനുശേഷം പട്ടാണിക്കുപ്പ് ഇതുപോലെ തന്നെയായിരുന്നു. പള്ളി പണിയാൻ വേണ്ടി ആദ്യം ആരംഭിച്ച് പൈസയൊക്കെ പിരിച്ച് കുറച്ച് അവിടെ കിടന്നു. വീണ്ടും ഞങ്ങൾ ഈ ബന്ധങ്ങൾ എന്നിട്ട് തുടരുകയാണ്. 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇട്ടിട്ട് പോയില്ല, ഞങ്ങളും അച്ഛനെ ഇട്ടിട്ട് പോയില്ല. പട്ടാണിക്കുപ്പിലുള്ളപ്പോഴും അച്ഛൻ ആ ബന്ധങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ മനോഹരമായ ദേവാലയം. പക്ഷെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം ഈ വിശ്വാസികളും ഈ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. വിശ്വാസികളെ സ്നേഹിക്കുമ്പോൾ വിശ്വാസികൾ അതിന്റെ 10 മടങ്ങ് അച്ഛനെ സ്നേഹിക്കും. നമുക്കറിയാം, പണ്ട് നമുക്ക് കുറച്ച് ഇടവക്കാരൊക്കെ ഉള്ള അച്ഛന്മാരൊക്കെ നമ്മുടെ വീടുകളിൽ കൂടെ വരും. നമ്മുടെ കപ്പയോ കട്ടൻ ചായ കുടിച്ച് പോകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഒരു അംഗം എന്ന രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു പാരമ്പര്യം CBHN തുടരുന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. കാരണം CBHN പോലത്തെ ഈ ഇരിക്കുന്ന അച്ഛന്മാരെ പോലത്തെ നല്ല അച്ഛന്മാർ നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ അത് പൂർണ്ണതയിലേക്ക് വരും. അതുപോലെ തന്നെ അവർക്കും പലതും ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു മനോഭാവം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CBHN ഞങ്ങളുടെ എല്ലാവരുടെയും, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം മറ്റേ ഇടവക്കാരൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഉള്ളെന്ന് തോന്നുന്നു, എല്ലാ ഇടവക്കാരുടെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. കൊണ്ടേങ്ങാടി ഇടവകയിലെ നല്ല ഓർമ്മകൾ നൽകി ഹൃദ്യമായ ആശംസകൾ നൽകിയ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് സെബാസ്റ്റ്യന് നന്ദി പറയുന്നു. തുടർന്ന് നമ്മളുടെ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാറ്റഗിസം HM ബഹുമാനപ്പെട്ട വിൻസെന്റ് പാറയിൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂബിലി നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ സിബിച്ചൻ അച്ഛ ഈ അനുമോദന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും ആശംസകൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട വൈദികരെ, അതുപോലെ ദേവാലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ചിലക്കാപ്പള്ളി കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. കാരണം സിബിച്ചൻ അച്ഛൻ ആദ്യമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് അന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ ഇതുപോലെ ഒരു ആശംസ പറയാൻ എനിക്കൊരു അവസരം കിട്ടും. അതിൻ്റെ കൂടി 25ാം വാർഷികമാണ്. അപ്പം ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. എൻ്റെ സഹോദരന്മാർ വൈദികരുള്ളത് കൊണ്ട് തന്നെ അവധിക്കാലത്തൊക്കെ സിബിച്ചൻ അച്ഛൻ വീട്ടിലൊക്കെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സൗഹൃദം, സാധാരണ ഒരു ഇടവക്കാരൻ നിന്നപ്പുറം എപ്പോഴും ഒരു സൗഹൃദം അച്ഛനുമായിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മാതാപിതാക്കള് എൻ്റെ മാതാപിതാക്കളും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നും പള്ളിയിൽ വരുന്ന സെബാസ്റ്റ്യൻ അച്ഛൻ പറഞ്ഞ പോലെ ശാന്തനായ ഒരു മനുഷ്യൻ. ചിലക്കാപ്പള്ളി കുടുംബത്തെ പറ്റി കോട്ടത്തടവക്കാർക്ക് അത് തന്നെ പറയാനുള്ളൂ. ശാന്തതയുടെ മനുഷ്യരാണ് അവരെല്ലാവരും. ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ സിബിച്ചൻ അച്ഛനെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഇടവകയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സിബിച്ചൻ അച്ഛ അങ്ങ് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, കോട്ടത്തലയുടെ അഭിമാനമാണ്. മാനന്തവാടി രൂപതയുടെ അക്കാദമിക മേഖലകളിലേക്ക് അങ്ങ് കടന്നു വന്ന് മേരിമാതാ കോളേജിന് ഒരു ശ്രേയസ്സുള്ള കാലഘട്ടമായിട്ട് അതിനെ മാറ്റിയെടുത്തു. അതിലുപരിയായിട്ട് അച്ഛന്റെ ദേവാലയ നിർമ്മിതിയെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, ഇസ്രായേലിൽ ഏറ്റവും അറിയപ്പെടുന്ന രാജാവ് ദാവീദ് രാജാവാണ്. പക്ഷെ ദാവീദ് രാജാവിന് ജെറുസലം ദേവാലയം പണിയാനുള്ള അവസരം ദൈവം കൊടുത്തില്ല. ദൈവം പറഞ്ഞത് അത് നിന്റെ മകനായ സോളമൻ പണിയും. സോളമൻ ആരാണ്? ബൈബിൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വിജ്ഞാനിയായ സോളമൻ. എന്താണ് സോളമന്റെ വിജ്ഞാനം? അവൻ ദൈവത്തിന്റെ അടുത്തറിഞ്ഞു. ഇടവക ജനത്തിന്റെ ഹൃദയം അടുത്തറിയുക എന്നതാണ് ഒരു ഇടവക വൈദികന്റെ വിജ്ഞാനത്തിന്റെ അളവുകോൽ. എനിക്ക് തോന്നുക അത് ഏറ്റവും കൂടുതലുള്ള ഒരു വൈദികൻ. അതുകൊണ്ട് തന്നെയാണ് പള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടവക ജനത്തിന്റെ അങ്ങോട്ട് പോയി പിരിക്കാതെ അവര് ഇങ്ങോട്ട് പൈസ എടുത്ത് തരുന്ന ഒരു ഹൃദയം അറിയുന്ന ഇടയനായിട്ട് അങ്ങ് മാറി. അത് ഞങ്ങളെ സംബന്ധിച്ച്, സിബിച്ചൻ അച്ഛന്റെ ഇടവക്കാരായ കോട്ടത്തക്കാരെ സംബന്ധിച്ച് അഭിമാനമുള്ള ഒരു കാര്യമാണ്. ദേവാലയങ്ങള് ജനത്തിനെ ഒത്തുകൂടാനുള്ള അവസരമാക്കി മാറ്റുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അറിഞ്ഞ് അവരെ സ്നേഹിച്ച സിബിച്ചൻ അച്ഛ 25 വർഷങ്ങൾ അങ്ങ് പൂർത്തിയാക്കുമ്പോൾ ഇനിയും അനേക വർഷം അങ്ങയിലൂടെ, അങ്ങയുടെ വാക്കുകളിലൂടെ ദൈവജനത്തിന് പ്രകാശവും സമാധാനവും ഉണ്ടാകട്ടെ. അതിനായി ദൈവം അങ്ങയെ ഇനിയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവക സമൂഹത്തിന്റെ പേരിലും എല്ലാവരുടെയും പേരിലും കൃത്യമായ ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഹൃദ്യമായ ആശംസകൾ നൽകിയ പ്രിയപ്പെട്ട വിൻസെന്റ് പാറയിൽ സാറിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന
ബഹുമാനപ്പെട്ട സിബിച്ചന് ഇടവകയുടെ ആദരം സമർപ്പിക്കാനായി പ്രിയപ്പെട്ട വികാരിയച്ഛനെയും കൈക്കാരന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൃതജ്ഞതയുടെ വാക്കുകളുമായി പ്രിയപ്പെട്ട സിബിച്ചൻ ചേലക്കപ്പള്ളി അച്ഛൻ. ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷത നൽകിയിരിക്കുന്ന ഈ ഇടവകയുടെ ഏറ്റവും ബഹുമാന്യനായ വികാരിയച്ഛൻ മൈക്കിളച്ചൻ, തരിയോട് ഫൊറോന വികാരി, സ്നേഹബഹുമാനപ്പെട്ട തോമസ് പ്ലാശനലച്ച, പയ്യമ്പള്ളി ഫൊറോനയിലെ ബഹുമാനപ്പെട്ട വികാരി ഏലമുന്നലച്ച, ഇവിടെ ആശംസകൾ അർപ്പിച്ച സെൻട്രൽ കോൺഗ്രിഗേഷന്റെ മദർ ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫിലോ, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനും ഉണ്ടേങ്ങാട് ഇടവക അംഗവും എൻ്റെ അടുത്ത സുഹൃത്തുമായ ജഗമാഷ, ഈ ഇടവകയുടെ അച്ഛമായിരിക്കുന്ന വിൻസൻ, ഞങ്ങളുടെ തന്നെ കുടുംബാംഗമായ സവാനച്ച, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ബഹുമാനരായ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എന്താണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നുമില്ല. കാരണം 1:10 എല്ലാവരും 9:30 വന്നതാണ്. എത്രയും പെട്ടെന്ന് പോകേണ്ടവരാണ്. എങ്കിലും നല്ല തമ്പുരാന് നന്ദി പറയുകയാണ്. ദൈവം വിളിച്ചു, വെളിയോടെ 25 വർഷവും വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എല്ലാവരെയും ഒരു പക്ഷേ പേര് ചൊല്ലി വിളിക്കുവാനുള്ള ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും, ഇടവക്കാരെ എനിക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം, അല്ലാതെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും പേര് ചൊല്ലി വിളിക്കുവാനുള്ള ആ ഒരു കരുത്ത് ഉണ്ട്. മുന്നിലൂടെ മറ്റക്കാട്ടെ ജനീഷിന്റെ മകനായ തോമസ് കുട്ടിയും ജൂലിയായും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ഇവിടെയുണ്ട്. അപ്പം ഞാനും മാമദീസ മുഖ്യതാണ്, കല്യാണം കഴിപ്പിച്ചതാണ്. ഒരു 3 മക്കളിവിടെ ഒന്നിനെയോ എന്ന് പറഞ്ഞതുപോലെ അങ്ങേ അറ്റത്തിരിക്കുന്ന നമ്മുടെ ഇളംതുരുത്തിലെ ചേച്ചിയെ വരെയും പേര് ചൊല്ലി വിളിക്കുവാനുള്ള ആ ഒരു മനസ്സും ഒരു ഓർമ്മശക്തിയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും ഞാൻ തമ്പുരാനോട് കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥനയും പുണ്യങ്ങളും അധ്വാനവും കഷ്ടപ്പാടുമാണ് എന്നെ ഈ രീതിയിൽ ഒരു വൈദികനാക്കിയത്. പാതി വഴിയിലെ ദൈവവിളിക്ക് ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിട്ട ഒരാളും കൂടിയാണ് ഞാൻ. പലരും അന്ന് എന്നോട് പറഞ്ഞു, ഇനി സെമിനാരിയിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നുള്ള അടിക്കുറപ്പും എനിക്ക് പ്രാർത്ഥി തന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വിളി അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കൂടെ PG പഠിച്ച 4 പേര് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. ഓർക്കുക, 4 പേര്. ഒരു വില്ലേജ് രജിസ്ട്രേഷൻ ഓഫീസർ ബിജു, അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ലൗസി, അതുപോലെ തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സരിതാജി നായർ, അതുപോലെ തന്നെ അരുവിത്തറ ഇടവാംഗമായ എൻ്റെ കൂടെ പഠിച്ച ജോർജ്. 4 പേരും തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ബെഞ്ചിലിരുന്ന് PG പഠിച്ചവരാണ്. അവർ പോലും അങ്ങ് ഇങ്ങ് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധമാണ്. B.Ed പഠിച്ച 7ഓളം സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പിന്നെ ഞാനായിരുന്ന ഇടവകളിൽ തീർച്ചയായിട്ടും കണിയാരം, അതുപോലെ തന്നെ പുതിയടംകുന്ന്, ഒണ്ടേങ്ങാടി, പട്ടാണിക്കോപ്പ്, എടിയൂർക്കുന്ന്, കോളേജ്, ഇവിടെ നിന്നുള്ള ആളുകളാണ് ബാക്കി എല്ലാവരും. പിന്നെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, ഈ ഇടവക്കാരിൽ ഏതാനും വാർഡുകളെ പ്രതിനിധീകരിക്കുന്നവരും. തീർച്ചയായിട്ടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, കരുതൽ, പ്രോത്സാഹനം, പ്രാർത്ഥന, അതെന്നും തിരിച്ചും നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ട് മാത്രം. ഈ ഒരു തിരുക്കർമ്മ ഇത്ര മനോഹരമാക്കി തീർക്കുവാൻ അധ്വാനിച്ച ഒത്തിരിയേറെ പേരുണ്ട്. ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ക്രമീകരിച്ചു. പ്ലാശനാലച്ചൻ ഇന്ന് വന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ഇത്രയേറെ വൈദികർ തീർച്ചയായിട്ടും ഇത്രയും നേരം ഇവിടെ വന്ന് ആയിരുന്നു.
തീർച്ചയായിട്ടും കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എനിക്ക് ഒത്തിരി സിസ്റ്റേഴ്സുമായിട്ടൊന്നും വലിയ ആത്മബന്ധമില്ല, ഉള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇടവക്കാരുമല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളവരാണ് ഇവിടെ വന്നത്. അന്ന് പണ്ടുള്ള ആ ഒരു ബന്ധമാണ് ഇപ്പോഴും. പുതുതായിട്ട് ആരും കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൂടിയുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രായമായവർ, ലിസ്നെ പോലെയുള്ളവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. CMC അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പേര്, എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച, ഇവിടെ ആശംസകൾ അർപ്പിച്ച നമ്മുടെ ജേക്കബ് മാഷും ഫിലോ മദർ, തീർച്ചയായിട്ടും ഞങ്ങൾ ഒണ്ടേങ്ങാടി ഇടവകയിലായിരുന്ന ആ ഒരു കാലഘട്ടം മുതൽ, അതിലുപരി 1986 സിസ്റ്ററിൻ്റെ ബ്രദർ ബാബുവും ആയിട്ടുള്ള ആ ഒരു ബന്ധം. ബാബു ഇന്നലെ എനിക്ക് 4 മെസ്സേജ് അയച്ച് വരാൻ പറ്റില്ല, ഇന്ന് മന്ത്രിമാരുടെ ഒരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് അർജൻറ്റായിട്ട് പോകണം, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ വന്ന് കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസ് അത്ര ആ ഒരു കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. പിന്നെ 10 വർഷം ഒണ്ടേങ്ങാടിയിലായിരുന്നപ്പോൾ കുടുംബാംഗങ്ങളെ പോലെയാണ്, സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് അവിടെ പെരുമാറിയിരുന്നതും കണ്ടുമുട്ടിയതും വളർത്തിയതും പ്രോത്സാഹിപ്പിച്ചതൊക്കെ. ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് മദറിനോട് പറഞ്ഞപ്പോൾ തന്നെ മദർ ഇവിടെ വന്നത് എന്ന് ഞാൻ കരുതിയാണ്. എറണാകുളം എന്നങ്ങനെ വരാൻ പാടില്ലല്ലോ അല്ലേ, ആരെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങ് വിടുകയുള്ളൂ. പക്ഷേ മദർ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് ഇവിടുത്തെ കൈക്കാരന്മാരാണ്, കമ്മിറ്റിക്കാരാണ്, മതാധ്യാപകരാണ്. അവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അൾത്താര മനോഹരമായിട്ട് അലങ്കരിച്ച എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന മദർ റിൻസിയുണ്ട്. FCC സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനോഹരമായിട്ട് ആൾത്താരെ മധുബഹയൊക്കെ അലങ്കരിച്ച് സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ജലക്യാപ്പിളി കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും. അതുപോലെ തന്നെ കോളേജിൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തത് MC ആയത് നമുക്കറിയാം, ജെറി ഓണംപള്ളി അച്ഛനാണ്. അച്ഛൻ ഇപ്പോഴവിടെ ജേർണലിസത്തിൽ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ MC ആയത് നമ്മുടെ പ്രകാശ് വെട്ടിക്കലച്ചനാണ്. അച്ഛൻ അവിടെ ലൈബ്രറിയനാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, എൻ്റെ വീഡിയോ അടക്കം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തത് അജയച്ചനാണ്. ഒരു അനുജനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അച്ഛനാണ്. കാരണം എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ ചില വൈഭവം ഇല്ല എങ്കിലും അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അപ്പം അച്ഛനോടുള്ള നന്ദി. 3 വൈദികർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ്. 3 വൈദികരെയും പ്രത്യേകമായിട്ട് അജയച്ചനെയും പ്രകാശച്ചനെയും ജെറിയച്ചനെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച മാനന്തവാടിയിലെ ഷഫീഖ് സൗണ്ടിന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ജോബിയുടെ നേതൃത്വത്തിലുള്ള ആ സൗണ്ട് സിസ്റ്റത്തിലെ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളായവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി തുടങ്ങിയ പട്ടാണിക്കുപ്പിലെ ലൗറ കാറ്ററിംഗ് സർവീസ് ഇന്ന് ഒരു പക്ഷേ വയനാട്ടിൽ 3 ജില്ലകളിൽ അല്ലെങ്കിൽ ഈ അടുത്ത ജില്ല ഏറ്റവും നന്നായിട്ട് ക്രമീകരിക്കും. അവർക്ക് വേണ്ടി പബ്ലിസിറ്റി പറയുന്നതല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ആരും അവർക്ക് വേണ്ടി ഒന്നും ഇനി വെക്കേണ്ട. എങ്കിലും കഴിക്കുക, ഭക്ഷണം നല്ലതുപോലെ അവർ ക്രമീകരിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല. അവരിന്ന് അവർക്ക് 4 പ്രോഗ്രാമുകൾ കിട്ടിയതാണ്. അവർ പറഞ്ഞു CBHൻ്റെ പ്രോഗ്രാമിന് മാത്രമേ ഞങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ, വേറെ ഒരു പ്രോഗ്രാമും ഞങ്ങൾ ഏറ്റെടുക്കുകയില്ല, അത് ഞങ്ങൾ നല്ലതുപോലെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ലൗറ കാറ്ററിംഗ് സർവീസിൻ്റെ മാനേജറായിരിക്കുന്ന ജോബി കരിമ്പനയ്ക്കലും ആ ടീം അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നു, നന്ദി അറിയിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും ചേട്ടൻ ഞങ്ങളോടൊപ്പം ഇല്ല, ബാക്കി സഹോദരങ്ങൾ എല്ലാം ഉണ്ട്. ഒപ്പം എൻ്റെ പെങ്ങള്, തീർച്ചയായിട്ടും പെങ്ങള് ആണ് ഇതെല്ലാം ക്രമീകരിച്ചത്. ഞങ്ങൾക്ക് 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളേ ഉള്ളൂ. പെങ്ങളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആശ്രയം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് പെങ്ങളാണ്. എനിക്ക് ഒരു നയാ പൈസയുടെ ചെലവ് ഇല്ല, കൊടുക്കാനുമില്ല, അത് പെങ്ങളാണ്. അപ്പം പെങ്ങൾ ഉത്തരവാദിത്വത്തോട് സഹോദരങ്ങൾ ഏറ്റെടുത്തു, അളിയൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു നടത്തി എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അവരോടുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ പ്രാർത്ഥന കൊണ്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിദൂരങ്ങളായിരിക്കുന്ന
മംഗലാപുരത്ത് നിന്ന് എൻ്റെ പേരപ്പൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ കോട്ടയത്തുള്ള ചിറ്റപ്പൻ്റെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇന്നവർക്ക് 6:30 തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അവരിവിടെ എല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം നന്ദി പറയുന്നു. മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ വന്നു. വിളിച്ചവരെല്ലാവരും പറഞ്ഞ ഒരു വാക്കിയുള്ളൂ, അച്ഛൻ്റെ ഞങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു. ഞാൻ ഒരാളെയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. ചിലപ്പോൾ വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സന്തോഷമെന്ന് പറഞ്ഞു. നമുക്കറിയാം എല്ലാ ഇടവകയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആയിരുന്ന ഇടവകളിൽ നിന്നെല്ലാം പ്രതിനിധികളായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും പരാതി ഉണ്ടാകും, അച്ഛൻ ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പരാതി ഉണ്ടാകും, ഇത് കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം തന്നെ അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നവർ, അനിൽ ബത്തേരി ഇടവക്കാരനാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ അജയ്, ബേബി തങ്കപ്പൻ്റെ മകനായ അജയ്, അതുപോലെ തന്നെ അടുത്തവർ കസിൻസാണ്. അവർ രണ്ടുപേരുമാണ് ഈ രണ്ട് കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ വന്ന് ചെയ്തു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി, ഗായക സംഘം. പട്ടാണിക്കുപ്പുകാരാണ്. മരക്കടവിലെ ജയ്സമ്മ ടീച്ചർ പട്ടാണിക്കുപ്പിൽ നിന്നുള്ള ബന്ധമാണ്. പിന്നെ പുറകെ വരികയാണ്, വന്ന് ചെയ്തു തരികയാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ ഷിബു സാറ്, സിനി ടീച്ചർ പ്രത്യേകമായിട്ട്, പിന്നെ എൻ്റെ അപ്പോൾ പ്രത്യേകമായിട്ട് ഗായക സംഘത്തിന് നന്ദി അറിയിക്കുക. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനഃപൂർവ്വമല്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് എഴുതി തയ്യാറാക്കണമെന്ന് വിചാരിച്ച സമയം കിട്ടാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികർ ഇത്രയും പേര് എന്നോടുള്ള ആ ഒരു സ്നേഹം, കരുതൽ, പ്രാർത്ഥന, ആശംസ, കടപ്പാട് കൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇന്ന് 2 പട്ടങ്ങൾ നടക്കുന്നുണ്ട്, കുറേ കല്യാണങ്ങൾ എന്തിൽ പോലും അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇത്രയും വൈദികർ ഇവിടെ എത്തിയത്. അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ബഹുമാനപ്പെട്ട സിബിഎച്ചിന് ഒരിക്കൽ കൂടി രജത ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളുടെ അനുമോദന സമ്മേളനം അവസാനിച്ചു.